ഇപ്പം കേരളത്തിൽ തന്നെ ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് പഞ്ചായത്തിലാണ് നമ്മൾ ഷോറൂം ഇടേണ്ടത് എന്നുള്ളത് മാർക്കറ്റിൽ അവൈലബിളായ ഡേറ്റകളെല്ലാം ശേഖരിച്ച് നമ്മൾ പഠിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ പോകാമെന്നുള്ള. ഇങ്ങനെ പോകാനായിട്ട് നമ്മൾ തീരുമാനം എടുത്താലും പെട്ടെന്ന് നമ്മൾ ഓടിപ്പോകുന്നില്ല. കാരണം ഇത് ഇപ്പം നമ്മളൊരു സ്ഥാപനം, ഇപ്പം ഞങ്ങൾ ചെയിൻ റീറ്റെയിൽ സ്റ്റോറുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം, ഇവിടെ ഓണർക്ക് ഒരു റോളുമില്ല. വാസ്തവത്തിൽ കംപ്ലീറ്റ്ലി ആ ബ്രാഞ്ചിലെ ടീമാണ് ഒരു ബ്രാഞ്ച് വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നല്ലൊരു ടീമിനെ ആദ്യം ആ ബ്രാഞ്ചിന് വേണ്ടി നമ്മൾ കണ്ടെത്തണം. നമ്മൾ വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി അതിമനോഹരമായി ഫേർണിഷ് ചെയ്തു, കുറേ ഡിസ്പ്ലേ ചെയ്തു, മാർക്കറ്റിങ്ങിൽ കോടികൾ സ്പെൻഡ് ചെയ്തു. പക്ഷെ നല്ലൊരു ടീമല്ല ആ ബ്രാഞ്ച് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തിന് ശേഷം ബിസിനസ് നേരെ താഴേക്ക് ഡീഗ്രോത്തിലേക്ക് നമ്മൾ പോകും. ആളുകൾ മടുക്കും. എന്തെല്ലാം സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഹ്യൂമൻ എലിമെൻറ്റ് നല്ലതല്ലെങ്കിൽ ആളുകൾ മടുക്കും. അപ്പം മാൻ പവർ നമ്മൾ കറക്റ്റ് ചെയ്യണം. അങ്ങനെ പല ഫാക്ടേഴ്സ് എല്ലാം നോക്കിയിട്ടാണ്. പിന്നെ നമുക്ക് അനുയോജ്യമായ സ്പേസ് കിട്ടണം. ഇപ്പോൾ എവിടെയെങ്കിലും പോയി ബ്രാഞ്ച് തുടങ്ങാനായി തുടങ്ങിയിട്ട് കാര്യമില്ല. എണ്ണം തയ്ക്കാനായിട്ട് ഏറ്റവും കൺസ്യൂമറിന് അനുയോജ്യമെന്ന് തോന്നുന്ന, അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് ആ ഒരു ബിൽഡിങ് കിട്ടണം. കേരളത്തിലിപ്പം നമ്മൾ കാണുന്നൊരു വലിയ ചലഞ്ചാണ് ബിൽഡിങ്ങുകൾ കുറവാണ്. പൊതുവേ ബിൽഡിങ് പണിത് ലീസിന് കൊടുക്കുന്നതിനോടുള്ള ഒരു വിമുഖത ആളുകൾക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൽ പറയപ്പെടുന്ന അവർക്കത് വയബിളാകുന്നില്ലെന്നാണ്. ഇപ്പോഴത്തെ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റൊക്കെ വെച്ചിട്ട് വയബിളാകുന്നില്ലെന്നാണ്. ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റൊക്കെ വെച്ചിട്ട് വയബിളാകുന്നില്ലെന്നാണ് ഈ സ്ഥല ഉടമസ്ഥർ പലപ്പോഴും നമ്മൾ ബിൽഡിംഗ് കെട്ടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു അവൈലബിലിറ്റിയുടെ ഇഷ്യൂ ഇപ്പോൾ ഉണ്ട് പൊതുവെ നമ്മൾ നോക്കും. പിന്നെ മാൻ പവറിൽ ക്വാളിറ്റി മാൻ പവർ, നമ്മൾ ആ ക്വാളിറ്റി നോക്കുന്നതുകൊണ്ടാണ് ക്വാണ്ടിറ്റിയിലേക്ക് പലപ്പോഴും നമ്മൾ ജമ്പ് ചെയ്യാത്തത്.